ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 24-ാമത്തെ ആയത്ത്. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ലൊരിക്കലും മനുഷ്യരും കല്ലുകളും ഇന്ധനമായുള്ള അഗ്നിയെ സൂക്ഷിച്ചുകൊള്ളുക. നിഷേധികൾക്കായി ഒരുക്കി വെച്ചതാണത്. فإن لم تفعلوا ولا تفعلوا فإن لم എന്നത് അനൂനിനെ നമ്മൾ ഉച്ചരിക്കാതെ ഫഇൻ ലം ലാമിലേക്ക് ചേർത്ത് മണിക്കാതെ കൂട്ടിലേപ്പിക്കുന്നു. ഇദ്ഗാമുൻ ബിലാ ഗുന്ന. ഫഇൻ ലം തഫ്അലു അവിടെ വളരെ വ്യക്തമായിട്ടാണ് ഓതുന്നത്. എന്നാൽ ഓലാ തഫ്അലു അവിടെ നൂനിനെ മറച്ച് മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. ഫത്തഖുന്നാറല്ലതി നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചു കൊണ്ടോതാം. വഖൂദുഹന്നാസു അവിടെയും നൂനിന് ശബ്ദ വന്നിട്ടുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചു കൊണ്ടോതാം. വൽ ഹിജാറ എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. എന്നാൽ നിർത്തുമ്പോൾ വൽ ഹിജാറ എന്ന ഹ എന്ന ശബ്ദമായിരിക്കും ഉണ്ടാവുക. അവിടെ കാണുന്ന ആ അടയാളം എന്നത് അൽ വസ്ലു അൽ ഔല എന്ന് പറയുന്ന കൂട്ടി ചേർത്ത് ഓതുന്നതാണ് ഉത്തമം എന്നതിൻ്റെ അടയാളമാണ്. അതായത് നമുക്ക് ശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ വഖൂദുഹന്നാസു വൽ ഹിജാറതു ഉഇദ്ദത് ലിൽ കാഫിരീൻ എന്ന് ഓതാം. എന്നാൽ ശ്വാസമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൽ ഹിജാറ എന്ന് നിർത്തുന്നതിന് വിരോധമൊന്നുമില്ല എന്നത് സൂചിപ്പിക്കാനാണ് ആ അടയാളം. നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ലൊരിക്കലും മനുഷ്യരും കല്ലുകളും ഇന്ധനമായുള്ള അഗ്നിയെ സൂക്ഷിച്ചുകൊള്ളുക. നിഷേധികൾക്കായി ഒരുക്കി വെച്ചതാണത്. ഖുർആനിലേതുപോലെയുള്ള ഒരു അധ്യായം നിർമ്മിക്കാൻ വെല്ലുവിളിച്ച് നിർത്തുകയല്ല അള്ളാഹു ചെയ്യുന്നത്. നിങ്ങൾക്കതിന് കഴിയില്ലൊരിക്കലും എന്ന് ആണയിടുകയാണ്. എന്തുകൊണ്ട് കഴിയില്ല? ഖുർആനിനെതിരെ പരസ്യ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട അബൂജഹലിനോട് ഖുറൈശി നേതാവും അറബി സാഹിത്യത്തിലെ അജയ്യനുമായിരുന്ന വലീദ് ബിൻ മുഗീറ പറഞ്ഞ വാക്കുകളാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി. ഞാൻ എന്താണ് പറയേണ്ടത്? ഗദ്യത്തിലും പദ്യത്തിലും ജിന്നുകളുടെ കാവ്യങ്ങളിലും അറബി ഭാഷയുടെ മറ്റേതൊരു സാഹിത്യശാഖയിലും നിങ്ങളെക്കാൾ എനിക്ക് അറിവുണ്ട്. അള്ളാഹുവാണ് സത്യം. ഈ മനുഷ്യൻ സമർപ്പിക്കുന്ന വചനങ്ങൾക്ക് അവയിൽ ഒന്നിനോടും സാദൃശ്യമില്ല. അള്ളാഹുവാണ്, അവന്റെ വചനങ്ങൾക്ക് വിസ്മയാവഹമായ ഒരു മാധുര്യവും പ്രത്യേകമായൊരു ഭംഗിയുമുണ്ട്. അതിൻ്റെ കൊമ്പുകളും ചില്ലകളും ഫലങ്ങൾ നിറഞ്ഞതും മുരട് പശിമയാർന്ന മണ്ണിൽ ഊന്നി നിൽക്കുന്നതുമാണ്. തീർച്ചയായും അത് സർവ്വവചനങ്ങളെക്കാളും ഉന്നതമാണ്. അതിനെ താഴ്ത്തി കാണിക്കാൻ മറ്റൊരു വചനത്തിനും സാധ്യമല്ല. അതിൻ്റെ കീഴിൽ അകപ്പെടുന്ന സകലതിനെയും അത് തകർത്ത് കളയും തീർച്ച. ഖുർആനിന്റെ ശൈലിയും ഭാഷയും സാഹിത്യവും എല്ലാം അതുല്യമാണ്, അനുകരണത്തിന് അതീതമാണ്, അതിസുന്ദരമാണ്. അറബി അറിയാവുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണിത്. ഖുർആനിലെ ഓരോ സൂക്തവും അത്യാകർഷകവും ശ്രോതാവിന്റെ മനസ്സിൽ മാറ്റത്തിന്റെ വേലിയേറ്റമുണ്ടാക്കുന്നതുമാണ്. ആധുനികരും പൗരാണികരുമായ വിമർശകർ പോലും സമ്മതിച്ചിട്ടുള്ളതാണിത്. ഓറിയന്റലിസ്റ്റുകളായ 2 പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നോക്കുക. 1899 ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിച്ച ദ ഖുറാൻ കോമൺലി കാൾഡ് അൽ ഖുറാൻ വിത്ത് എ പ്രിലിമിനറി ഡിസ്കോസ് എന്ന പുസ്തകത്തിൽ അതിന്റെ 1-ാം വാള്യത്തിലെ 47-ാമത്തെ പേജിൽ ജി സെയിൽ പറയുന്നു, പൗരസ്ത്യാസ്വാദനത്തിന്റെ വ്യക്തമായ ബിംബങ്ങളാൽ അലങ്കൃതമാക്കപ്പെടുകയും ഉപമാലങ്കാരങ്ങളാലും അർത്ഥസമ്പുഷ്ടമായ പദപ്രയോഗങ്ങളാലും ചൈതന്യവത്താക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഖുർആനിന്റെ ശൈലി അതിസുന്ദരമാണ്. ദൈവിക ഗുണങ്ങളെയും പ്രതാപത്തെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അതിന്റെ ഭാഷ പ്രൗഢവും ഗംഭീരവുമായി തീരുന്നു. 1955 ലണ്ടനിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദ ഖുറാൻ ഇന്റർപ്രറ്റഡ്
എന്ന പുസ്തകത്തിന്റെ 11-ാം പേജിൽ A.J. ആർബറി പറയുന്നു, ഗഹനവും സങ്കീർണവുമായ കാവ്യശകലങ്ങളുടെ ഒരു സമ്പന്നമായ കലവറ സരളമല്ലാത്ത പദ്യരചനാ രീതിയിൽ പൂർണ്ണമായി കുറ്റമറ്റതാക്കപ്പെട്ടിരിക്കുന്നു. പ്രമേയങ്ങളുടെയും ബിംബങ്ങളുടെയും രൂപങ്ങളുടെയും വിപുലമല്ലെങ്കിലും ക്ലിപ്തമായ പദസഞ്ചയത്തിൽ അവ ബലിഷ്ഠമായി സ്ഥാപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷാശൈലിയും അതിലെ വിവരണ രീതിയുമെല്ലാം മാനുഷിക രചനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഏതാനും സവിശേഷതകൾ താഴെ പറയുന്നു. 1. ഖുർആനിലെ വചനങ്ങളെല്ലാം വിവരിക്കപ്പെട്ട വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹ്രസ്വവും അമിത വികാര പ്രകടനം ഉൾക്കൊള്ളാത്തവയുമാണ്. മാനുഷിക വചനങ്ങൾ എപ്പോഴും വ്യക്തിയുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചാണ് പ്രകടമാക്കപ്പെടുന്നത്. കോപത്തിലിരിക്കുന്ന ഒരാളുടെ വാക്കുകളിൽ കോപം പ്രകടമായിരിക്കും. അന്നേരം ദയയും പ്രശംസയും ആ വാക്കുകളിൽ ഉണ്ടാവുകയില്ല. സന്തോഷാവസ്ഥയിലും സ്ഥിതി തഥൈവ. കോപത്തിന്റെയും സന്തോഷത്തിന്റെയും തീവ്രമായ അവസ്ഥകളിൽ പ്രകടിപ്പിക്കപ്പെടുന്ന പദങ്ങളെ പ്രസ്തുത വികാരം നിലനിൽക്കുന്ന അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാനാവൂ. പ്രസ്തുത പദങ്ങളിൽ വികാരങ്ങളുടെ അമിത പ്രകടനം കാണാനാവും. ഏതു സാഹിത്യകാരന്മാരുടെയും കൃതികളിൽ ഈ അമിത വികാര പ്രകടനം കാണാം. കാരണം അവർ വികാരങ്ങളുള്ള മനുഷ്യരാണെന്നതു തന്നെ. ഖുർആനിലെ വചനങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതാവട്ടെ, മുന്നറിയിപ്പ് നൽകുന്നതാവട്ടെ, നിയമങ്ങൾ വിശദീകരിക്കുന്നതാവട്ടെ, ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാവട്ടെ, എവിടെയും അമിതമായ വികാര പ്രകടനങ്ങൾ കാണുക സാധ്യമല്ല. 2. ഖുർആൻ ഏത് വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴും അതിന്റെ വാഗ്മ്യതയും രചനാ സൗഷ്ഠവവും നിലനിർത്തുന്നു. വ്യക്തികളുടെ രചനാ സൗഷ്ഠവം ചില പ്രത്യേക വിഷയങ്ങളോട് ബന്ധപ്പെട്ടായിരിക്കും പ്രകടിപ്പിക്കുക. പ്രസ്തുത വിഷയങ്ങളിൽ അവരുടെ രചനകൾ ഉന്നത നിലവാരം ഉൾക്കൊള്ളുന്നതാവാം. എന്നാൽ അവർ തന്നെ മറ്റ് വിഷയങ്ങളിൽ രചന നടത്തിയാൽ അവ പലപ്പോഴും ശരാശരി നിലവാരം പോലും പുലർത്തുകയില്ല. രചയിതാവിന്റെ മാനസിക ഘടന, കുടുംബാന്തരീക്ഷം, വികാര വിചാരങ്ങൾ, സമൂഹത്തിന്റെ അവസ്ഥ എന്നിവയെല്ലാം അയാളുടെ താൽപര്യത്തെ സ്വാധീനിക്കും. ഖുർആനിലെ വചനങ്ങൾ പ്രകൃതിയെക്കുറിച്ച് വിവരിക്കുമ്പോഴും പരലോകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒരേ വാഗ്മിത പ്രകടിപ്പിക്കുന്നു. ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുമ്പോഴും നിയമനിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ഒരേ രചനാ സൗഷ്ഠവമാണ് അവയ്ക്കുള്ളത്. 3. ഖുർആൻ വചനങ്ങൾ ഉയർന്ന സാഹിത്യ നിലവാരം പുലർത്തുന്നതോടൊപ്പം സൂക്ഷ്മതയും സത്യസന്ധതയും പുലർത്തുന്നവയുമാണ്. സാഹിത്യം സുന്ദരമാകുന്നത് ഇല്ലാത്തത് വിവരിക്കുമ്പോഴാണല്ലോ. അർദ്ധസത്യങ്ങളുടെയും അസത്യങ്ങളുടെയും മേമ്പൊടിയില്ലാതെ സാഹിത്യത്തെ സൗന്ദര്യവൽക്കരിക്കാൻ കഴിയില്ലെന്ന് പറയാറുണ്ട്. കവിത നന്നാകണമെങ്കിൽ കളവ് പറയണമെന്നാണല്ലോ ആപ്തവാക്യം. സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നൽകുന്ന സാഹിത്യകൃതികൾ വിരസവും വരണ്ടതുമായിരിക്കും. അതുകൊണ്ട് തന്നെ സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്ന സാഹിത്യകാരന്മാർക്ക് പോലും അസത്യത്തിന്റെ മേമ്പൊടിയോടുകൂടി മാത്രമേ പ്രസ്തുത സത്യം അവതരിപ്പിക്കുവാനാവൂ. പൊടിപ്പും തൊങ്ങലുമില്ലാതെ മനുഷ്യ മനസ്സിന്റെ വൈകാരിക തലങ്ങളെ സംതൃപ്തമാക്കാൻ കഴിയുകയില്ലെന്ന ധാരണയാണ് ഇതിന് കാരണം. ഖുർആൻ വചനങ്ങൾ ഈ പൊതുധാരയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. വസ്തുതകൾ മാത്രമാണ് അതിലെ പ്രതിപാദ്യം. പക്ഷേ ഉന്നതമായ സാഹിത്യ നിലവാരം നിലനിർത്തുവാനും മനുഷ്യ മനസ്സുകളെ സംതൃപ്തമാക്കുവാനും അവയ്ക്ക് സാധിക്കുന്നു. 4. ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഉന്നതമായ സാഹിത്യ നിലവാരം പുലർത്തുന്നു. ഒരു കവിത മനോഹരമാണെന്ന് നാം വിധി എഴുതുന്നത് അതിലെ ഏതാനും വരികളുടെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രസ്തുത കവിതയിലെ തന്നെ എല്ലാ വരികളും അതേ നിലവാരം പുലർത്തിക്കൊള്ളണമെന്നില്ല. ഒരു സാഹിത്യകാരനെ ഉന്നത നിലവാരമുള്ളവനെന്ന് വിളിക്കുന്നത് അയാളുടെ ഏതാനും ചില കൃതികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അയാളുടെ തന്നെ മറ്റു രചനകൾ പ്രസ്തുത നിലവാരം പുലർത്തിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർക്കും ഉന്നതമായ രചനകൾ നിർവഹിക്കപ്പെടുന്ന
ചില പ്രത്യേക പ്രായവും സന്ദർഭവുമെല്ലാം ഉണ്ടായിരിക്കും. പ്രായം, ചുറ്റുപാട്, അന്തരീക്ഷം തുടങ്ങിയവ രചയിതാവിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണിത്. ഖുർആൻ വചനങ്ങൾ മുഴുവൻ ഉന്നതമായ സാഹിത്യ നിലവാരം പുലർത്തുന്നവയാണ്. 6000-ലധികം സൂക്തങ്ങളിൽ ഒന്നുപോലും നിലവാരം കുറഞ്ഞതാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. നീണ്ട 23 വർഷക്കാലത്തെ പ്രവാചക ദൗത്യത്തിനിടയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അത് പ്രവാചക രചനയായിരുന്നുവെങ്കിൽ അവതരണ സന്ദർഭങ്ങളിലെ പ്രവാചകന്റെ മാനസികാവസ്ഥകൾക്ക് അനുസൃതമായി അവയുടെ നിലവാരത്തിൽ മാറ്റമുണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഖുർആനിലെ ഓരോ സൂക്തവും മറ്റുള്ളവയോട് കിടപിടിക്കുന്നവയാണ്. 5. ഒരേ സംഗതി തന്നെ ഒന്നിലധികം തവണ വിവരിക്കുമ്പോഴും ഖുർആൻ ഉന്നതമായ സാഹിത്യ നിലവാരം പുലർത്തുന്നു. ഒന്നിലധികം തവണ ഒരേ കാര്യം വിവരിക്കുമ്പോൾ സാധാരണ സാഹിത്യകൃതികളിൽ ആദ്യത്തെ വിവരണം പോലെ മനോഹരമാവുകയില്ല രണ്ടാമത്തെ വിവരണം. ആവർത്തന വിരസത രചയിതാവിന്റെ വചനങ്ങളിലും ആസ്വാദകന്റെ മനസ്സിലും രൂപപ്പെടുന്നത് കാണാം. മനുഷ്യൻ അവൻ എത്ര ഉന്നതനായ സാഹിത്യകാരനാണെങ്കിലും അടിസ്ഥാനപരമായ പരിമിതികൾ ഉൾക്കൊള്ളുന്നവനായതുകൊണ്ടാണിത്. ഖുർആനാവട്ടെ പല വിഷയങ്ങളും പലതവണ ആവർത്തിക്കുന്നുണ്ട്. സൃഷ്ടി, മരണം, മരണാനന്തര ജീവിതം, ദൈവമഹത്വത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ, അവനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങൾ ഖുർആനിൽ ആവർത്തിച്ചു പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഓരോ തവണ വിവരിക്കുമ്പോഴും ശ്രോതാവിന് അത് പുതുമയുള്ളതായി അനുഭവപ്പെടുകയും അവന്റെ മനസ്സിൽ മാറ്റത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. 6. സാഹിത്യകൃതികൾക്ക് വഴങ്ങാത്ത വിഷയങ്ങളാണ് ഖുർആനിൽ പ്രതിപാദിക്കപ്പെടുന്നതെങ്കിലും പ്രസ്തുത വിവരണങ്ങളിലെല്ലാം അത് ഉന്നതമായ നിലവാരം പുലർത്തുകയും മനോഹാരിത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. മരണാനന്തര ജീവിതം, ദൈവാസ്തിത്വം, അനുഷ്ഠാനമുറകൾ, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ, നന്മ ചെയ്യുവാനുള്ള പ്രേരണ, സത്യസന്ധമായ ചരിത്രം തുടങ്ങിയവയെല്ലാം സാഹിത്യകാരന്റെ ദൃഷ്ടിയിൽ വരണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടുതന്നെ പ്രസ്തുത വിഷയങ്ങളിൽ രചന നിർവഹിച്ചാൽ സാഹിത്യം സുന്ദരമാവുകയില്ലെന്നാണ് പൊതുവെയുള്ള ധാരണ. അവ ഭാവനയ്ക്ക് വഴങ്ങുന്ന വിഷയങ്ങളല്ല. അതിനാൽ ഇത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് നിർവഹിക്കപ്പെട്ട രചനകളിൽ ഒന്നും തന്നെ ലോകോത്തര കൃതികളായി അറിയപ്പെടുന്നില്ല. മനുഷ്യന്റെ പരിമിതിയാണ് ഇവിടെയും പ്രകടമാകുന്നത്. ഖുർആനിലെ പ്രതിപാദ്യങ്ങളാവട്ടെ മിക്കവാറും ഇത്തരം വിഷയങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ അവയെല്ലാം ഉന്നതമായ സാഹിത്യ നിലവാരം പുലർത്തുകയും ആസ്വാദകന്റെ മനസ്സിനെ സംതൃപ്തമാക്കുകയും ചെയ്യുന്നു. 7. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴും സാഹിത്യ ഭംഗി ചോർന്നു പോകാതെ സൂക്ഷിക്കുവാൻ ഖുർആനിന് കഴിയുന്നു. ഒരൊറ്റ സാഹിത്യകൃതിയിൽ തന്നെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ അതുവരെ പുലർത്തിപ്പോന്ന നിലവാരം പുലർത്താൻ പലപ്പോഴും കഴിയാറില്ല. ഒരു വിഷയത്തെക്കുറിച്ച് വിവരിക്കുന്ന സാഹിത്യകാരന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ബിംബങ്ങളുടെ ചാരുത അടുത്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ മങ്ങുകയും പുതിയ ബിംബങ്ങൾ പ്രശോഭിക്കുവാൻ സമയമെടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണിത്. വിദഗ്ധമായി ജോലി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് മറ്റൊരു ജോലിയിൽ ഏൽപ്പിക്കുന്നത് പോലെയാണിത്. ഇതും മനുഷ്യന്റെ പൊതുവായ പരിമിതിയാണ്. ഖുർആനിലുടനീളം വിഷയങ്ങളിൽ നിന്ന് വിഷയങ്ങളിലേക്കുള്ള ചാട്ടം കാണാം. എന്നാൽ ഈ ചാട്ടങ്ങളിലൊന്നും തന്നെ അതിന്റെ ചാരുതയ്ക്ക് ഭംഗം വരികയോ മനോഹാരിതയ്ക്ക് ഹാനി സംഭവിക്കുകയോ ചെയ്യുന്നില്ല. 8. ഏതാനും പദങ്ങൾ മാത്രം ഉപയോഗിച്ച് മനോഹാരിതയും സ്ഫുടതയും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അർത്ഥഗംഭീരമായ ആശയം പ്രകടിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സാധാരണ സാഹിത്യകൃതികളിൽ പദങ്ങളുടെ സമുദ്രമാണുണ്ടാവുക. പ്രസ്തുത സമുദ്രത്തിൽ ആശയങ്ങളുടെ മുത്തുകൾ തുലവും പരിമിതവും. പ്രൗഢമായ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട കൃതികളിലാവട്ടെ പദങ്ങളുടെ വേലിയേറ്റം തന്നെ കാണാനാവും. താൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ ആസ്വാദകനിലെത്തുവാൻ എന്തൊക്കെ രീതിയിലാണ് പദപ്രയോഗം നടത്തേണ്ടതെന്നതിനെ കുറിച്ച് ഓരോ രചയിതാവിനും അയാളുടേതായ വീക്ഷണമുണ്ടായിരിക്കും. പ്രസ്തുത വീക്ഷണം അയാളുടേതായതുകൊണ്ട് തന്നെ ആസ്വാദകന് അയാളുടെ പദപ്രയോഗങ്ങളിൽ പലതും അനാവശ്യമായാണ് അനുഭവപ്പെടുക. ഒരു ആസ്വാദകന് അനാവശ്യമെന്ന് തോന്നുന്ന പദങ്ങൾ
മറ്റൊരാളുടെ വീക്ഷണത്തിൽ അനിവാര്യമാകാം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംതൃപ്തരാക്കുന്നതിന് വേണ്ടി നിരവധി പദങ്ങൾ പ്രയോഗിക്കുവാൻ അയാൾ നിർബന്ധിതനായിരിക്കും. അന്യരുടെ മനസ്സുകൾ വായിക്കുവാനുള്ള മനുഷ്യരുടെ കഴിവില്ലായ്മയാണ് ഇതിന് കാരണം. ഖുർആനിലാവട്ടെ അനിവാര്യമായ പദങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പാരായണം ചെയ്യുന്നവന് അത് ഉദ്ദേശിക്കുന്ന ആശയം പകർന്നു നൽകുവാൻ ഈ പദങ്ങൾ കൊണ്ട് തന്നെ സാധിക്കുന്നു. പ്രൗഢമായ ആശയങ്ങൾ അനിവാര്യമായ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് പ്രകടിപ്പിക്കുകയും അത് മനോഹരമായി അവതരിപ്പിച്ച് എല്ലാത്തരം വായനക്കാരെയും സംതൃപ്തരാക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. 9. സാഹിത്യത്തിന്റെ ഏത് മാനത്തിലൂടെ നോക്കിയാലും ഖുർആൻ ഒരു ഉന്നതമായ സാഹിത്യകൃതിയാണ്. സാഹിത്യകൃതികളെല്ലാം മനുഷ്യരുടെ ഏതെങ്കിലും ഒരു വികാരത്തെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കും. ദുഃഖം, സന്തോഷം, ദയ, കാരുണ്യം, വെറുപ്പ്, പ്രതിഷേധം എന്നിങ്ങനെ. അതുപോലെ തന്നെ പ്രഭാവം, മാധുര്യം, സൗന്ദര്യം, ചാരുത തുടങ്ങിയവയെല്ലാം ഒരേ സാഹിത്യകൃതിയിൽ തന്നെ കണ്ടെത്തുക പ്രയാസമാണ്. സാഹിത്യത്തിന്റെ ഏതെങ്കിലും പ്രത്യേകമായ മാനങ്ങളിലൂടെ നോക്കിയാൽ മാത്രമേ സാഹിത്യകൃതികളെ ആസ്വദിക്കുവാനും വിലയിരുത്തുവാനും കഴിയൂ. എല്ലാ അംശങ്ങളെയും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രചന നടത്തുക സാധ്യമല്ല. ഇതും മനുഷ്യന്റെ പരിമിതിയാണ്. ഖുർആനാവട്ടെ മനുഷ്യവികാരത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നു. മനുഷ്യനെ സന്തോഷിപ്പിക്കുവാനും ദുഃഖിപ്പിക്കുവാനും ദയയും കാരുണ്യവും പ്രകടിപ്പിക്കുന്നവനാക്കി തീർക്കുവാനും വെറുപ്പും പ്രതിഷേധവും ഉത്തേജിപ്പിക്കുവാനും എല്ലാം കഴിയുന്ന വരികളാണ് അതിലുള്ളത്. അതോടൊപ്പം തന്നെ അത് മനുഷ്യബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. പ്രഭാവം, മാധുര്യം, സൗന്ദര്യം, ചാരുത തുടങ്ങിയ ആസ്വാദക പ്രധാനമായ സാഹിത്യത്തിന്റെ സവിശേഷതകൾ ഖുർആനിക വചനങ്ങളിൽ സമഞ്ജസമായി സമ്മേളിക്കുകയും ചെയ്തിരിക്കുന്നു. സാഹിത്യത്തിന്റെ ഏതു മാനത്തിലൂടെ നോക്കിയാലും അത് ഉന്നതമായ നിലവാരം പുലർത്തുന്നതാണെന്ന് കാണാം. 10. ഖുർആനിൽ മറ്റാരുടെയെങ്കിലും ശൈലിയോ പ്രയോഗങ്ങളോ രീതിയോ ആശയങ്ങളോ കടമെടുക്കപ്പെട്ടിട്ടില്ല. സാഹിത്യകൃതികൾ എത്ര തന്നെ മൗലികങ്ങളാണെങ്കിലും മറ്റു സാഹിത്യകാരന്മാരുടെ ശൈലികളും പ്രയോഗങ്ങളും എല്ലാം അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. മുൻഗാമികളുടെ രചനകളുടെ സ്വാധീനം ഉൾക്കൊള്ളാതെ ഒരാൾക്കും സാഹിത്യകൃതികൾ രചിക്കുക സാധ്യമല്ല. നേരിട്ടുള്ള കോപ്പിയടിയല്ല ഇവിടെ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശൈലികളുടെയും ബിംബങ്ങളുടെയും സ്വാധീനമാണ്. അതില്ലാതെ രചന നടത്തുവാൻ കഴിയില്ല. ഇത് മനുഷ്യ മനസ്സിന്റെ പരിമിതിയാണ്. മുൻഗാമിയിൽ നിന്ന് പഠിക്കുകയും അത് വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ. ഖുർആൻ ഇത്തരം കടമെടുക്കലുകളിൽ നിന്ന് തികച്ചും മുക്തമാണ്. അറബ് സാഹിത്യരംഗത്തുണ്ടായിരുന്ന ആരുടെയും ശൈലിയോ രൂപമോ രീതിയോ ആശയങ്ങളോ ഖുർആൻ കടമെടുത്തിട്ടില്ല. ആരുടെ കൃതിയുടെയും യാതൊരു സ്വാധീനവും ഖുർആനിൽ ഇല്ലതാനും. എല്ലാ നിലയ്ക്കും ഒരു മൗലിക കൃതിയാണ് ഖുർആൻ. സാഹിത്യപരമായി അദ്വിതീയമായതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളെ പരിവർത്തിപ്പിക്കുവാനുള്ള ഖുർആനിന്റെ കഴിവും ഉജ്ജ്വലമാണ്. ഖുർആനിക വചനങ്ങൾ ആസ്വാദനം നൽകുന്നതോടൊപ്പം പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സന്തോഷത്തോടൊപ്പം ശാന്തിയും നൽകുന്നു. കഥനങ്ങളോടൊപ്പം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. മനുഷ്യരെ ഒന്നും പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കുകയല്ല ഖുർആൻ ചെയ്യുന്നത്. അവന് അകത്തുനിന്ന് തന്നെ കർമ്മങ്ങൾക്കുള്ള പ്രചോദനമുണ്ടാക്കുകയാണ്. ബുദ്ധിക്ക് സംതൃപ്തിയും വികാരങ്ങൾക്ക് പൂർത്തീകരണവും നൽകിക്കൊണ്ട് ആളുകളെ പ്രവർത്തന നിരതമാക്കുകയാണ് അവ ചെയ്യുന്നത്. ശ്രോതാവിന്റെ ബുദ്ധിക്ക് തൃപ്തിയും മനസ്സിന് സമാധാനവും നൽകുന്നതോടൊപ്പം അവന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും കൂടി ചെയ്യുന്നവയാണ് ഖുർആൻ സൂക്തങ്ങൾ. മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുവാനും അവയിൽ പരിവർത്തനത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ഖുർആനിന്റെ കഴിവ് അതിനെ അതുല്യമാക്കുന്ന പല സവിശേഷതകളിലൊന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബയുടെ സമീപം വെച്ച് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ശ്രോതാക്കളിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാം ഉണ്ട്. സൂറത്ത് നജ്മിലെ സാഷ്ടാംഗത്തിന്റെ സൂക്തം ഓതിക്കൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഷ്ടാംഗം ചെയ്തു. അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ നബിയോടൊപ്പം സാഷ്ടാംഗം ചെയ്തു പോയി. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന അഹങ്കാരി ഒഴികെ. അബൂദാവൂദ്, തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഖുർആനിന്റെ സ്വാധീന ശക്തി
അതിന്റെ കഠിന വിരോധികൾ പോലും അതിന്റെ യാജ്ഞയനുസരിച്ച് സാഷ്ടാംഗം ചെയ്യുന്ന അവസ്ഥ. ലബീദ് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അതിപ്രഗത്ഭനായ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അതിസുന്ദരമായ ഒരു കവിത കഅബയുടെ വാതിലിന്മേൽ പറ്റിച്ചു വെച്ചിരുന്നു. അങ്ങനെ വെക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. പ്രസ്തുത കവിതയെ വെല്ലുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന വെല്ലുവിളി. അവിടെ ഉണ്ടായിരുന്ന ഒരു കവിക്കും അതിനടുത്ത് മറ്റൊരു കവിത ഒട്ടിച്ചു വെക്കുവാനുള്ള ധൈര്യം വന്നില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ കവിത. എന്നാൽ അതിനടുത്ത് തന്നെ ഏതാനും ഖുർആൻ സൂക്തങ്ങൾ എഴുതി തൂക്കുവാൻ പ്രവാചകാനുചരന്മാർ തയ്യാറായി. തന്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകിയവനെ പരിഹസിക്കുവാനുള്ള വെമ്പലോടെ ലബീദ് ഖുർആൻ വചനങ്ങൾ വായിച്ചു. ഏതാനും വചനങ്ങൾ വായിച്ചതേയുള്ളൂ. അദ്ദേഹം ഖുർആനിന്റെ വശ്യതയിൽ ആകൃഷ്ടനായി ഇസ്ലാം സ്വീകരിച്ചു. പുച്ഛത്തോടെ നോക്കുന്നവന്റെ മനസ്സിൽ പോലും മാറ്റം സൃഷ്ടിക്കുവാനുള്ള ഖുർആനിന്റെ കഴിവ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഇസ്ലാം ആശ്ലേഷം ചരിത്ര പ്രസിദ്ധമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുക്കുവാനായി ഊരിയ വാളും കൊണ്ട് പുറപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സു മാറ്റിയത് സഹോദരിയിൽ നിന്നും ലഭിച്ച ഫലകത്തിലെ ഖുർആൻ വചനങ്ങളുടെ വശ്യതയും ആശയ ഗാംഭീര്യവുമായിരുന്നു. ജുബൈർ ബിൻ മുതഇം എന്ന ബഹുദൈവ വിശ്വാസി ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് തൂർ ഓതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം കേട്ടു. അതിലെ ഓരോ പദവും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. അതിന്റെ മനോഹാരിത അദ്ദേഹത്തെ ആകർഷിച്ചു. അതിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം അതിശയിച്ചു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. മനുഷ്യ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അപാരമായ കഴിവുള്ള ഖുർആൻ കൈവശമുള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ജൈത്രയാത്രകൾക്ക് കഴിഞ്ഞതെന്ന് സത്യസന്ധമായി ചരിത്ര നിരീക്ഷണം നടത്തിയ പാശ്ചാത്യ പണ്ഡിതന്മാർ പോലും എഴുതിയിട്ടുണ്ട്. ദ മെസഞ്ചർ, ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പേരിലുള്ള പുസ്തകം ന്യൂയോർക്കിൽ നിന്ന് 1943 പ്രസിദ്ധീകരിച്ചത്. RBC ബോട്ട്ലിയുടെ ആ പുസ്തകത്തിന്റെ 239 പേജിൽ അദ്ദേഹം പറയുന്നു, അറേബ്യയിലെ ആട്ടിടയന്മാരും കച്ചവടക്കാരും അലഞ്ഞു നടക്കുന്നവരുമായിരുന്ന സാധാരണക്കാരെ പടയാളികളും സാമ്രാജ്യ സ്ഥാപകരുമാക്കി തീർത്തത് ഈ ഗ്രന്ഥമാണ്. ഗൗരവതരമായി പരിശോധിക്കുന്നവർക്കെല്ലാം മനുഷ്യ സൃഷ്ടിയല്ലെന്ന് ബോധ്യപ്പെടുന്ന ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കിയ ശേഷവും നിഷേധിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷയാണ് മരണാനന്തരം ലഭിക്കുക എന്ന് താക്കീത് നൽകിക്കൊണ്ടാണ് ഖുർആനിനെ കുറിച്ചുള്ള ഈ വചനദ്വയം അവസാനിക്കുന്നത്. മനുഷ്യരും കല്ലുകളും ഇന്ധനമായുള്ള അഗ്നിയാണ് അത്തരം നിഷേധികൾക്കായി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. മനുഷ്യർക്കൊപ്പം കല്ലുകൾ കൂടി ഇന്ധനമായുണ്ടെന്ന പ്രതിപാദ്യം നരകത്തിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നതാണ്. അവിശ്വാസികളുടെ ആരാധ്യരായിരുന്ന ശിലാവിഗ്രഹങ്ങളും നരകത്തിൽ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുമെന്ന് കൂടിയാണ് ഈ വചനം അർത്ഥമാക്കുന്നതെന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന വിഗ്രഹങ്ങൾ കൂടി തങ്ങളോടൊപ്പം എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണേണ്ടി വരും സത്യനിഷേധികൾക്ക് എന്നർത്ഥം. അതായിരിക്കും നിഷേധികൾക്ക് ലഭിക്കാവുന്ന ശാരീരികവും മാനസികവുമായ ശിക്ഷകളിൽ കഠിനം. അത്തരം ശിക്ഷകളിൽ നിന്ന് നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.